ആര്? കുറച്ചും കൂടി ഇതാണ് കയറ്റാൻ പറ്റുമോ? അതിനത് കാറും ബസ്സും ഒന്നും അല്ല. നിലയുണ്ടാവോ? ഇറങ്ങി നോക്ക്. തിരിച്ചു പോവാൻ തോണി സർവീസ് ഉണ്ടാവോ? ഇരുട്ടായ പിന്നെ ഉണ്ടാവില്ല. ആ ഇരുട്ടായത് അങ്ങനെ മുങ്ങി പോവോ? ആ ചിലപ്പോ മുങ്ങി പോകും. ആ ഇവിടുത്തുകാരൻ തന്നെ അല്ലേ? എന്തേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ, ഭൂപടത്തിലില്ലാത്തൊരു സ്ഥലം അത്. പോയി ഈ സ്ക്രൂ ഡ്രൈവർ നന്ദന്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? നീങ്ക യാരുങ്ക എங்க இருந்து வாரீங்க? എന്റെ ഈശ്വര, വന്നിട്ട് തമിഴ്നാടായ. എന്നാച്ചേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ, ഒന്നുമില്ല. ഓ ഇനിയിപ്പോ ഇതൊന്നും എങ്ങനെ കാരണാവും? കാലന്മാരാ പൊതുവാനോട് കളിക്കരുത്. ഇത് മോളെ, ഓ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോ ഒരു ദിവസത്തേക്ക് നമ്മൾ താൻ നിർബന്ധിച്ചപ്പോ ആട്ടയെന്ന് ഈ പൊട്ടം പറഞ്ഞു. അത് എന്റെ വലിയ തെറ്റ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതിന് ഞാനും കൂടി കൂട്ടുന്നത് പോലെ ആയില്ലേ? ഈ വിവരങ്ങൾ അവിടെ അറിഞ്ഞ സകലത്തിന്റെ പാലുമ തീ പിടിച്ചിരിക്കുക. അതാ ഞാൻ ഓടി വന്നത്. ചേട്ടാ, ഞാൻ നിർബന്ധിച്ചിട്ട് മോള് വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനെയാണ് പോണ. ചേട്ടൻ ആദ്യം ഒന്ന് കുളിച്ചു കയറ്. ഞാൻ അവിടെ കുളിച്ച് താമസിക്കാൻ പട്ടി ആ കാലന്മാരെ വെള്ളത്തിൽ തട്ടിട്ട് നീ അറിഞ്ഞ? ചേട്ടൻ ഒന്ന് വീട്ടിലേക്ക് വാ. ചേട്ടൻ നിർബന്ധിച്ച മോള് വരും. പിന്നെ എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് വളരെ അടുത്താ. ഈ ഹിമാലയത്തിലേക്കാണ് നീ ഈ കുട്ടിനെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പൊന്നെ, ഇതെടുക്കണ്ടേ? എന്താ നിനക്ക് വേണത്? എവിടെ ചെന്നാലും എനിക്ക് ഈ ഗതികേടുള്ളൂ ഈശ്വര. മോളെ കൊണ്ടുപോവാനല്ലേ പൊതുവാൾ ഇത്രയും ദൂരം വന്നത്? നല്ല കുട്ടിയല്ലേ, മോള് വാ. മമ്മി അവിടെ കിടന്ന് കരയാ മോളെ കാണാണ്ട്. ആരോടും പറയാതെല്ലേ കുട്ടി പോകുന്നത്? ദേ, പൊതുവാളിനെ ധർമ്മസങ്കടത്തിലാക്കരുത് കുട്ടി. 1001 പ്രാവശ്യം എന്നെ കിങ്കോങ് വിളിച്ചോ, അല്ലെങ്കിൽ വേണ്ട. ഞാൻ പുതിയൊരു കഥ പറഞ്ഞു തരാം. കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ? എന്തിനാ ഇങ്ങനെ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചീത്തയാക്കണേ? ഡ്രൈവറുകളല്ലേ പറയുന്നത്. മോളിപ്പോ മാമന്റെ കൂടെ പോ. ഡ്രൈവറുകൾ വരാൻ കൂടെ. ഗീതമോള് തമാശ പറയല്ലേ? ദേ, പൊതുവാളിന് ദേഷ്യം വരുന്നുണ്ട്. കുറുമ്പ് കാട്ടാതെ വന്ന എന്റെ കൂടെ. അടി കിട്ടും നിനക്ക്. തുടങ്ങി കരയാ. കരയല്ലേ കരയല്ലേ. കിങ്കോങ് വെറുതെ പറഞ്ഞതല്ലേ. ആര് പറഞ്ഞു മോളെ കൊണ്ടുവന്ന്? താൻ പറഞ്ഞോ? മുത്തച്ഛൻ പറഞ്ഞോ? അമ്മ പറഞ്ഞോ? ഇല്ല, മോളെ എവിടേക്കും പോണില്ല. എന്റെ മോളെ കിങ്കോങ് ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വന്നതല്ലേ. നല്ല മലഞ്ചെരിവുകളും പച്ച വയലേലുള്ള മനോഹരമായിട്ടുള്ള നാട്. ആയ്, ഞാനിപ്പോ അവിടെ ചെന്നിട്ട് എന്താടോ പറയാ? വല്ലാത്തൊരു കുടുക്കിലാണല്ലോ താൻ എന്നെ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. തൽക്കാലം ചേട്ടൻ അവരോട് പറഞ്ഞോളൂ, വിഷമിക്കാനൊന്നുമില്ലെന്ന്. മോള് ഇവിടെ സുഖമായിട്ടിരിക്കല്ലേ? നല്ല ചേലായി. ഈ വിവരം ഞാൻ അവിടെ ചെന്നിട്ട് പറയാ. എന്നിട്ട് ആ തള്ളയെ എന്നെ കിട്ടുന്നത് വാങ്ങിക്കുക. എടോ, ആ സ്കൂളിൽ വേറെ എത്ര കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് പിടിച്ച് തനിക്കൂടെ കൊണ്ടുവയ്ക്കായിരുന്നില്ലേ? ഇത് തന്നെ വേണമായിരുന്നോ? ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. ഇത് ഇവന്റെ പൊട്ടനാ. ഹേബിയസ് കോർപ്പസ്, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ് ഈ ചെറുകുന്നം ഭാസ്കർ പിള്ളയെ വരട്ടരുത്. ഇത് ആർക്കും എടുത്ത് തട്ടാവുന്ന പന്തല്ല ഈ കോർപ്പസ്. ഈ പ്രശ്നം അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സുപ്രീം കോടതി അല്ല, അതിനപ്പുറത്തൊരു കോടതി ഉണ്ടെങ്കിൽ അവിടെയും ഞാൻ പോകും. മിസ്റ്റർ പിള്ളെ, ലീഗലി നിങ്ങളുടെ വീട്ടിൽ കുട്ടി ഉണ്ടായിരിക്കേണ്ട സമയത്താണ് അവളെ കാണാതായത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. കുറെ കാലമായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരാ? ഹു ആർ യു? മൈൻഡ് യുവർ വേർഡ്സ്. പ്ലീസ്, ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും വഴക്കിടാതിരുന്നൂടെ? മോളെ കാണാതായതല്ല നിങ്ങൾക്ക് ആർക്കും പ്രശ്നം. എല്ലാവർക്കും കണക്ക് പറഞ്ഞ് തീർക്കാനാ തിരക്ക്. വേണ്ട, ഈ കള്ളക്കരച്ചിലും നാട്യമൊന്നും എന്നോട് വേണ്ട. കുട്ടിയെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ അനിയനെയും വലിയച്ചയും കുരുക്കിലാക്കാനുള്ള അടവാണിതല്ലേ? കുട്ടി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, ഏത് വിധേനയും. താനെന്താ പേടിപ്പിക്കുകയാണോ? ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസത്തിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ബട്ട് ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ്. വൈ ആർ യു നോട്ട് ഡൂയിങ് ഇറ്റ്? പോലീസിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ വിളിക്കണം, ഡയൽ 100 വിളിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. യു മേ ഗോ നൗ. സത്യം പറയണമെന്ന് വിചാരിച്ചതാ. വേണ്ട, ആ കുട്ടിയെ ഈ നരകത്തിലിട്ട് ഞാനായിട്ട് അതിന്റെ മനസ്സമാധാനം എന്തിനാ കളയണേ? ഒരു ജസ്റ്റിസ് ആയിരുന്നു നിങ്ങൾ, ഇൻജസ്റ്റിസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കോടതി വെച്ച് കാണാം. ഗോഡ് ഈസ് വിത്ത് മീ. എന്താ പാക്കരപ്പിള്ള, തലയ്ക്ക് സുഖം തന്നെയല്ലേ? ധർമ്മത്തിന് പൊക്കോട്ടോ. പോടോ, നീ പോടാ. അത് തീർപ്പോടോ. പട്ടി കഴിച്ചിട്ട് ഞാൻ പോയിട്ട് മതി.
ബിരിയാണി ബിരിയാണി ഒന്ന് ബിരിയാണി. മോളുടെ ഒരു കാലിലെ കൊലുസന്തിയെ വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പോ ഉണ്ടായിരുന്നല്ലോ. നീ ഇതൊക്കെ നോക്കണ്ടേ നന്ദ? നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണെന്ന് കരുതില്ലേ കുട്ടിയുടെ വീട്ടുകാര്? നന്ദ ഇതിട്ട് കൊടുത്തോളൂ. അത് പിന്നെ കൊലുസ് തന്നിട്ട് ഗീതും കൂടെ താങ്ക്സ് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. മോളെന്താ വിളിച്ചേ? ഒന്നുകൂടി വിളിച്ചേ. എല്ലാം ശരിയാവുന്നേ. താൻ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? കണ്ടോ, ദേ ഇപ്പൊ തന്നെ BP കൂടുതലാ. മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട.
ആലോചിക്കുമ്പോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ മോള് ഇന്ന് 5ാമത്തെ ദിവസം. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഗീതമോൾക്ക് ആപത്തൊന്നും വരില്ല. ഞാൻ വൈകിട്ട് വരാം. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങായിരുന്നില്ലേ തനിക്ക്? ഈ മൂഡില് എനിക്ക് വയ്യ ഡേസി. ശരി എന്നാ. കുഞ്ഞ് പൊതുവാളിനോട് ക്ഷമിക്കണം. ഇനിയും കുഞ്ഞിനെ കണ്ണീര് കുടിപ്പിച്ച ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഗീതുമോൾ എവിടെയുണ്ടെന്ന് പൊതുവാളിനറിയാം. സ്കൂളിലെ ഡ്രൈവറുടെ വീട്ടിലുണ്ട്. എന്നോട് ചോദിച്ചിട്ടാ കൊണ്ടുപോയത്. പൊതുവാളെ, അടിക്കാനുള്ള അധികാരം യശോധരമ്മയ്ക്കുണ്ട്. ഇവിടെ തുപ്പും ചോറുമാണല്ലോ ഈ തടി. പക്ഷെ അടിക്കുന്നതിന് മുമ്പ് പൊതുവാൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് യശോധരമ്മയ്ക്കൊന്ന് ആലോചിക്കായിരുന്നു. ഉഷക്കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടപ്പോ പറയാൻ പല പ്രാവശ്യവും നാവ് പൊങ്ങിയതാ. പിന്നെ തോന്നി വേണ്ടാന്ന്. ഇവിടെ കാണാത്ത ഗീതുമോളുടെ സന്തോഷവും കളിയും ചിരിയൊക്കെ ഞാൻ ആ ഡ്രൈവറുടെ വീട്ടിൽ വെച്ച് കണ്ടു. സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ നടുവിലായിപ്പാ കുട്ടി. അതിനെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ? ആ കൊച്ചിന്റെ പേരും പറഞ്ഞ് കേസ് നടത്താനും വഴക്കടിക്കാനൊക്കെ അല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ? ഇത്രയൊക്കെ പറയാനുള്ള അവകാശം ഈ വീട്ടിൽ എനിക്കുണ്ടോന്നറിയില്ല. അമ്മയ്ക്ക് ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയാണ് ഭൂതം കൊടുക്കില്ല എന്ന് പറഞ്ഞത്. എന്തൊക്കെ വിദ്യകൾ നോക്കിയിട്ടും അമ്മ പോണില്ല. അമ്മയ്ക്ക് ഉണ്ണിയില്ലാതെ പോകാൻ പറ്റുമോ? പൊന്നും പണവും കുന്നുപോലെ തരാമെന്ന് ഭൂതം പറഞ്ഞു നോക്കി. വേണ്ടെന്ന് അമ്മ. എന്നിട്ടൊടുവിൽ തന്റെ 2 കണ്ണും ചൂന്നെടുത്ത് അമ്മ ഭൂതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാ, ഭൂതമേ നോക്ക്, ഇതിലും വലുതാ എനിക്കെന്റെ ഉണ്ണി, അതിനെ നീ തരില്ലെന്നോ? അപ്പൊ ഭൂതം എന്ത് ചെയ്തു? മായ കൊണ്ടൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയെ കളിപ്പിക്കാൻ നോക്കി. പെറ്റമ്മയെ ആർക്കെങ്കിലും വഞ്ചിക്കാൻ ഒക്കുമോ? അമ്മയ്ക്ക് സത്യം മനസ്സിലായി. അമ്മ ഭൂതത്തിന് ശപിക്കാൻ പോയി. അപ്പൊ ഭൂതം അമ്മയുടെ കാലി വീണ് മാപ്പ് ചോദിച്ചിട്ട് ഉണ്ണിയെ വിട്ടുകൊടുത്തു. അമ്മ പറഞ്ഞു, മകരക്കൊയ്ത്ത് കഴിയുന്ന കാലം നീ വരൂ വീട്ടിലേക്ക്, ഉണ്ണിയെ കണ്ടു മടങ്ങാമല്ലോ. മോളല്ലേ ഇവിടത്തെ ഉണ്ണി, മോളെ കാണാൻ എന്റെ ഭൂതം വരുന്നത്. ഉണ്ണിയെ വേണു ഉണ്ണിയെ വേണു ആളുകളിങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിപ്പൂ പാവത്തെ പലപാടും അതിന്റെ മിടിക്കും കരളിൽ താളക്കുത്തിരു തുടി കൊട്ടുന്നു തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവം വെളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിം